ഹായ്. അപ്പൊ നമ്മള് കോട്ടക്കല് കാവതിക്കളത്തിലാണല്ലോ കേട്ടോ. അപ്പൊ നമ്മളെ ഈ വീടിന്റെ നേരെ ബാക്കിലാണ് അലക്കുകല്ല് ചെയ്യാനുള്ളത് കേട്ടോ. ഇതിന്റെ നേരെ ബാക്കില് നമ്മളെ ടൈലിന്റെ പിന്നെ ഗ്രാനൈറ്റിന്റെ പണിയൊക്കെ ഉണ്ട്. അവിടെ ഭായിമാരൊക്കെ ടൈലൊട്ടിക്കുന്നു കേട്ടോ. ഇതാണ് നമ്മള് ചെയ്യാനുള്ളത്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ, 4 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ബാക്കിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതേപോലത്തെ വെള്ള പൈപ്പ് കേട്ടോ കൊടുക്കുക. നമ്മള് ഇതിന് വെള്ളത്തിന്റെ വാട്ടറിന്റെ പൈപ്പ് ഇവിടെ നമ്മൾ ഇന്നലെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി കേട്ടോ. ഇവിടുന്ന് 3 വരി അടിയിൽ നിന്ന് പടുത്തുണ്ടോ കണ്ടുകൊണ്ട്, അടിയിൽ നിന്ന് പാട വെക്കാണ്ട് അടിയിൽ നിന്ന് 3 വരി പടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്ത് കമ്പിയൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി. ഇനി ഇതിന്റെ മുകളിൽ ഈ സ്ലാബ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ അലക്കാന്നുള്ളതില്ല കേട്ടോ ഉണ്ടാക്കണേ. ഇതിന്റെ മുകളിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ ചെറിയൊരു കൊട്ടത്താളം ഉണ്ടാവും. ചെറിയൊരു കാല് കേൾക്കാനുള്ളൊരു കൊട്ടത്താളം ഇവിടെ ചെറുതൊന്നും ഉണ്ടാക്കുന്നുണ്ട്. അത് എങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആക്കിയാണ് കേട്ടോ അലക്കുകല്ല്. ഇതിൽ ഈ ഒരു 22 സെൻറ്റിമീറ്റർ കുഴി ആഴത്തിലും പിന്നെ അവിടെ ഒരു കല്ലും കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഈ കളറായിട്ടോ വെച്ച ടൈല്, ഈ ടൈല്. പിന്നെ ഇതിൻ്റെ മുൻഭാഗത്ത് ഇങ്ങനത്തെ ടൈല് കേട്ടോ, ഈ കളറിൽ. രണ്ടും കളർ ഏകദേശം സെയിമായി വരുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മൾ വെള്ള കേട്ടോ, വെള്ള ടൈല്. അതിൻ്റെ മുകൾക്കൊരു ജോയിൻ്റ് പീസ് ഉണ്ട്. പൈപ്പ് 2 പുറത്തേക്ക് ഇട്ടിരുന്നു, കൊട്ടത്താളത്തും പിന്നെ അലക്കിന കല്ലിൻ്റെ പൈപ്പും പുറത്തേക്ക് ഇട്ടിരുന്നു കേട്ടോ. ഇനി ഈ പൈപ്പിലേക്ക് ഇവിടുന്ന് വരുന്ന ഈ പൈപ്പിലേക്ക് ജോയിൻ്റ് അടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ കല്ലുണ്ട്, കല്ലിന് പോകാൻ ഒരു സിങ്കിൻ്റെ ജാളി വെച്ചിന്. പിന്നെ ഇവിടെ ഒരു വെള്ള ടൈലിൻ്റെ പീസ് വെച്ചിന് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ കൊട്ടത്താളം കെട്ടാനുള്ള പരിപാടി നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇത് വെള്ള ടൈലാട്ടോ. ഇത് 2-3 പീസ് ഉണ്ടാവും കേട്ടോ. ഇത് ഇങ്ങനെ ഇതിലൊരു പീസ് ഉണ്ട്, എല്ലാം അറിയില്ല നിങ്ങളൊക്കെ. പിന്നെ അറ്റത്തൊരു പീസ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഇതൊരു പൈപ്പിൻ്റെ വാട്ടർ പൈപ്പ് കേട്ടോ, വെള്ളത്തിൻ്റെ. ഇവിടെയാണ് ടാപ്പ് കൊടുക്കുക, നേരെ ഇതിലേക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ചാടും, ആ റൗണ്ടുള്ള ടൈപ്പുള്ള കേട്ടോ. പിന്നെ ആ പൈപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ, നേരെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഇവിടെ പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ പൈപ്പ്. ഇത് നമ്മൾ അലക്കുകല്ലിൻ്റെ ഇതാട്ടോ പൈപ്പ്. ഇത് നമ്മളെ പിന്നെ കൊട്ടത്താളത്തിൻ്റെ. ഇനി ഇവിടെ വേണമെങ്കിൽ ഓൺ ഓഫ് വെച്ചാലും നിങ്ങൾക്ക് ഈ മറ്റേ കപ്ലിങ്ങിന് കുഴപ്പമുണ്ടെങ്കിൽ ഇവിടെ ഓൺ ഓഫ് വെക്കാം കേട്ടോ. അതാണ് 2 സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത്. ഓക്കെ. ഹായ്. അപ്പോൾ നമ്മൾ കോട്ടക്കൽ ഇന്ത്യനൂർ റൂട്ടിൽ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ. പള്ളിക്ക് പുത്തൂരല്ല, വേറെ കോട്ടക്ക പുത്തൂർ ആ റൂട്ട്. ഞങ്ങൾ ഇന്നലെ ഇന്നേക്ക് 2ാമത്തെ ദിവസമാണ്. അടിപൊളിയായിട്ട് നമ്മൾ ടൈലൊക്കെ ഇട്ട് ഇങ്ങോട്ട് 2 പൈപ്പ് കൊടുത്തിട്ടുണ്ടോ. 2 പൈപ്പ്, ഒന്ന് നമ്മളെ കൊട്ടത്താളത്തെ വെള്ളം പോകാനും ഒന്ന് മറ്റേ ഇതിലെ വെള്ളവും അലക്കുകല്ലിൻ്റെ വെള്ളം പോകാനും കേട്ടോ. ഈ പൈപ്പിലേക്ക് പിന്നെ കണക്ട് ചെയ്യും. ഇതിവിടെ ഒരു പാടാട്ടോ, പാടത്ത് ആയതുകൊണ്ട് ഞങ്ങൾ 3 വരി അടിക്കുന്ന പൊന്തിച്ചിട്ട് 4-5 കനത്തിൽ കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് നിൽക്കുക. 3 വരി അടിയിൽ നിന്ന് ഇങ്ങോട്ട് പൊന്തിച്ചിട്ട് 4-5 കണതി. ഇത് പണി പെടാത്താണ്, ഈ പണി പെടാത്താണ്. അല്ല നമ്മളതിൽ എക്സ്ട്രാ പണിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. പിന്നെ ഇത് നല്ലപോലെ മുകളിൽ നല്ല വൃത്തിയിൽ കട്ട് ചെയ്തിന്. ഇതൊക്കെ നല്ല ഗ്രൂവ് വരച്ച കല്ലോ. ഇതൊരു നല്ല ഡിസൈനിൽ ബ്ലാക്ക്. മലയാളിൻ്റെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞത് ബ്ലാക്ക് മതി പറഞ്ഞപ്പോൾ, കുട്ടികളൊക്കെ പറഞ്ഞപ്പോൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ടോ. പിന്നെ ഇതൊരു വെള്ളത്തിൻ്റെ ഒരു പോയിന്റ് ഇട്ടിട്ടോ, എൻഡ് ക്യാപ്പ് ഇവിടെ പോയിന്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് വെള്ളത്തിൻ്റെ. നമ്മളെ വെള്ളത്തിൻ്റെ ഇതിലേക്ക് നല്ല വളഞ്ഞ പൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സിങ്ക് ജാളി കൊടുത്തിട്ടുണ്ടോ, സിങ്ക് ജാളി കൊടുത്തിന് നല്ല വൃത്തിയിൽ ചെയ്തിട്ടോ. മൊത്തത്തിൽ നല്ല ടൈലാട്ടോ. ഇത് ഇവിടെ ഉണ്ടായിരുന്ന ടൈൽ ചെയ്താണ്. ഇവിടെ ഈ സൈഡിലും വെള്ള ടൈൽ ഒട്ടിച്ചിട്ട്. പിന്നെ ഇവിടെ ചെറിയതായിട്ടൊരു കൊട്ടത്താളം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ. ചെറുതായിട്ട്
ഇതില് നമ്മള് കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അതിന് വെള്ളം ഈ തെങ്ങിന്റെ മരത്തേക്കാട്ടോ പോവാ. അതിനൊരു പൈപ്പ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇത് അടിയിലൊരു ഗ്രാനൈറ്റിന്റെ പീസ്, അടിയിൽ വേറെ ടൈലും വെച്ചിട്ടുണ്ടോ. ഈ സൈഡ് മൊത്തം ഗ്രാനൈറ്റിന്റെ പീസാ വെച്ച് ചളി ഒട്ടിപ്പിടിക്കാക്കാൻ വേണ്ടിയിട്ട് ഗ്രാനൈറ്റിന്റെ പീസ് വെച്ചിട്ട് അടിയിലും പുറത്തും ഗ്രാനൈറ്റിന്റെ പീസ് വെച്ച് മുകളിൽ വെള്ള ടൈല്, അടിയിലും വെള്ള ടൈല് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ഒന്നുണ്ടാക്കണ ഒരു കല്ല് വെച്ചാൽ മതി. സുഖമായിട്ട് കാല് കഴുകുക, അടിപൊളിയായിട്ട് കാല് കഴുകുക, വൃത്തിയിലാക്കി കാല് കഴുകുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഗ്രൂവ് വരച്ച കല്ല കേട്ടോ, സിമ്പിളായിട്ട്. ഇതിന്റെ ബാക്കിൽ ഞങ്ങള് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ടൈല് ജോയിന്റ് അടിച്ചിട്ടാണ് ചെയ്ത് കേട്ടോ. ഇങ്ങനെ ജോയിന്റ് അടിച്ചിട്ടാണ് നമ്മൾ ചെയ്ത്. ഇവിടെ 3 പീസാണ് കേട്ടോ. ഇത് പണി കുറച്ച് റിസ്ക് കൂടിയാണ് കേട്ടോ. എന്നാലും ആ ക്രോസുള്ള മട്ടം കണക്കാക്കി ഓരോ പീസ് കട്ട് ചെയ്തുണ്ടാക്കുക പണി ഭയങ്കര പണിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വർക്ക്. ഗ്രൂവ് വരച്ച നല്ല കല്ലാണ്. ഇവിടെ സിങ്ക് ജാളി ഉണ്ട്, അതിന്റെ വെള്ളം പോകാൻ പുറത്തേക്ക് ഇട്ടിട്ട്. ഇനി ഇത് ഈ കപ്ലിങ്ങിന് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പൈപ്പിന്റെ ഇവിടെ ഒരു ഓൺ ഓഫ് വെക്കാം കേട്ടോ. ഇത് 2 പൈപ്പ് ആയതുകൊണ്ട് ഇതിനൊരു ഓൺ ഓഫ് നമുക്ക് വെച്ചാൽ ഇതിൽ വെള്ളം നിൽക്കും. അത് ആ കപ്ലിങ്ങിന് പ്രശ്നം ഉണ്ടെങ്കിൽ, മൂടിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഓൺ ഓഫ് വെച്ചാലും ഇതിൽ വെള്ളം നിൽക്കും. ഓഫാക്കിയാൽ വെള്ളം നിൽക്കും. ആ കോലത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ അടുത്ത വർക്ക് വണ്ടൂർ കേട്ടോ. ഞാൻ സൈറ്റിൽ നിന്ന് കാണാം. ഓക്കെ, ബായ്.